അപ്പായ എന്നെ അടിക്കുമ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ ഞാൻ പിണങ്ങിപ്പോവും. അപ്പം അപ്പായ വന്ന് എന്നെ എടുക്കും. ആരുമില്ലാതൊക്കെ പറയും. ഞാൻ വീണു പോയപ്പോൾ എൻ്റെ ബോധം പോയി. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്വപ്നം കാണുമെന്ന് വിചാരിച്ചേ. അന്നേരമാണ് എൻ്റെ മോൻ അവൻ എന്നോട് പറയുന്നതിന് പോലെ ജസ്റ്റ് മുമ്പ് പോയി കേട്ടോ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഉണ്ടെങ്കിൽ അറിയും. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും കാട്ടുകളിയിൽ ഭർത്താവിനെയും അപ്പനെയും മകനെയും നഷ്ടമായി അനേകർ നിരാലംബരായി. അവർക്ക് കൊല്ലപ്പെട്ടവരുടെ ചുടുചോര ഉണങ്ങുന്നതിന് മുൻപ് സർക്കാർ തൊഴിലും സഹായവും ഉറപ്പു നൽകി. എന്നാൽ ഉറപ്പ് നൽകിയവർ അത് പാലിച്ചില്ലെന്ന് മാത്രമല്ല, ഉറക്കം നടിക്കുകയും ചെയ്തു. അതോടെ ആനക്കലിയിൽ ജീവിതമൊടുങ്ങിപ്പോയവരുടെ ആശ്രിതർ പട്ടിണിയിലായി. അവരിലൊരാളാണ് 2021 സെപ്റ്റംബർ 26 കാട്ടാന ചവിട്ടിക്കൊന്ന കണ്ണൂർ പെരിങ്കടിയിലെ ചെങ്ങഴശ്ശേരി ജസ്റ്റിൻ്റെ ഭാര്യ അൽഫോൻസ. ഞാൻ പെരിങ്കടിയിൽ ആന കുത്തി മരിച്ച ജസ്റ്റിൻ്റെ ഭാര്യ അൽഫോൻസയാണ്. 2021 സെപ്റ്റംബർ 26 രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോകുമ്പോഴായിരുന്നു സംഭവം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ പള്ളിയിൽ പോകുമ്പോൾ മുമ്പിൽ ആന വന്ന് നിന്നു. ചേട്ടാ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഓടിയതായിട്ട് എനിക്ക് ഓർമ്മ. ഓടിക്കഴിഞ്ഞ് ഞാൻ വീണു പോയപ്പോൾ എൻ്റെ ബോധം പോയി. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്വപ്നം കാണുമെന്ന് വിചാരിച്ചേ. ഒത്തിരി ഞാൻ ചേട്ടനെ വിളിച്ചു. ഞാൻ വിചാരിച്ചു മക്കളുടെ അടുത്തേക്ക് പോയി കാണും. മക്കളെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്നു. അപ്പോഴും ഞാൻ അറിഞ്ഞില്ല ചേട്ടയ്ക്ക് എന്താ സംഭവിച്ചത്. എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ കാലൊക്കെ തിരിഞ്ഞു പോയായിരുന്നു. വാരിയെല്ലാം ഇവിടുത്തെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ആശുപത്രി കിടന്നപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ചേട്ടാ എന്ത് ചെയ്ത്? കുഴപ്പമൊന്നുമില്ല, കണ്ണൂരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞത്. ആരോ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ വണ്ടിയൊന്ന് വീണു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അടുത്തുള്ള ഒരു ചേച്ചിനെ വിളിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ജസ്റ്റിൻ ജിഞ്ഞിയുടെ പള്ളിയിൽ പോകാൻ വന്നപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞു. ആണിയിലേക്കാണ് മറിഞ്ഞ ചേച്ചി. ചെറിയ പോറലും പരിക്കുമൊക്കെ ഉണ്ട്, അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയി എന്ന് മാത്രം പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓരോരുത്തരും പറഞ്ഞു, ഇവിടെ എവിടെയോ ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തന്നെ 7-8 മണിയായി. 8 മണിയൊക്കെ ആയി സംഭവം അറിയുമ്പോൾ. പിന്നെ എന്തിയെന്ന് ആരും ഒന്നും പറയുന്നില്ല. പിന്നെ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. പിന്നെ ഏറ്റവും ഇളയവൻ നെല്ലിക്കാമ്പയിൽ അടുത്ത വീട്ടിൽ അവൻ്റെ ഭാര്യയുടെ വീടുള്ളത്. അവൻ അവിടുന്ന് ഇവിടെ വന്നു. അച്ഛാ ഞാൻ ജസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുക, ജസ്റ്റി ആശുപത്രിയിലാകട്ടോ, നിങ്ങളാരും അങ്ങ് കുന്നേലോട്ട് പോകണ്ട കേട്ടോ എന്നും പറഞ്ഞു അവനങ്ങ് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അന്നേരം എന്താ എങ്ങനെയാണ് ജസ്റ്റ് എന്നാ പറ്റിയ എവിടെയാണ് കുറച്ച് പറഞ്ഞു. ഞങ്ങളിപ്പം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും, അങ്ങനെ നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട, വന്നാൽ കാണാനൊന്നും പറ്റില്ല, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ വിവരവും പറയാമെന്നൊക്കെ അവൻ പറഞ്ഞു, ഇളയ മോൻ പറഞ്ഞു. അപ്പം മൂത്ത മോനെ നേരത്തിന് ഇവരുടെ അമ്മ വീട്ടിൽ പോയതായിരുന്നു. ഇവർ അപ്പനും അമ്മയും മക്കളും കൂടെ തലേദിവസം പോയതാ. എന്നിട്ട് അപ്പോൾ എൻ്റെ മൂത്ത മോനോട് ഇവർ തന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നുവരെ കൊച്ച് ഇളയവനെ വിളിച്ച് പറഞ്ഞു, ജോജി ഇന്നുവരെ ജസ്റ്റ് വീണിട്ട് ഇങ്ങനെ ആശുപത്രിയിലുള്ളത്. പക്ഷെ അവനോടൊക്കെ ഇവരൊക്കെ സംഭവം പറഞ്ഞു. എന്നോടും അച്ചാച്ചനോടും മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. ഞങ്ങളൊന്നും അറിയുന്നില്ല. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുന്നു, എങ്ങനെയാടാ ജസ്റ്റിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അന്നേരമൊക്കെ അവർ പറയും, ജസ്റ്റ് ICUവിലാണുള്ളത്, കുഴപ്പമില്ല.
പിന്നെ ഒരു 5 മണി 6 മണി ആയപ്പോഴത്തേനാണ് ഇവരെല്ലാം കുറേ പേര് ഇങ്ങനെ വരുമൊക്കെ വരാൻ തുടങ്ങി. അന്നേരം ഞാൻ ചോദിച്ചത് എന്നാ ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുമെന്ന് പറയുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് വന്നതാണ്, കണ്ടച്ചങ്ങ് പോകാനായിട്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. പിന്നെ ആയി കുറേ സമയം, ഒരു 10 മണി കൊണ്ടായപ്പോഴത്തേന് അവരെന്നെ വിളിച്ചു. എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ വന്നിട്ട് എന്നെ പതുക്കെ പിടിച്ച് എങ്ങനെയാ ജസ്റ്റിക്ക് എന്നാ പറ്റിയ അങ്ങനെയൊക്കെ ചോദിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ജയസേച്ചിയുടെ ഒരു കാര്യം പറയാൻ, ജയസേച്ചി ഒന്നും പറയല്ലേ എന്നും പറഞ്ഞു. അന്നേരമാണ് എൻ്റെ മോൻ അവൻ എന്നോട് പറയുന്നതിന് പോലെ ജസ്റ്റ് മുമ്പ് പോയി കേട്ടോ എന്ന് പറഞ്ഞത്. അത് ഞാൻ പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ രാവിലെ പട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അനിയത്തി അപ്പോൾ ഉറങ്ങുമായിരുന്നു. എൻ്റെ പട്ടീനെ അയച്ചു വിട്ട പട്ടി വണ്ടീൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് ഞാൻ അതിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ മൃഗത്തെ വീട്ടിൽ നിന്ന് അങ്കിളൊക്കെ വിളിക്കുന്നു. അപ്പായനെ വിളിക്കുമ്പോൾ ഞാനും വിളിച്ചു. പിന്നെ അവരൊക്കെ ഇറങ്ങി വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ആൻറ്റി പറഞ്ഞു ജസ്റ്റിന് എന്താ പറ്റിയത്. അപ്പം ഞാൻ ചോദിച്ചു അപ്പായിക്ക് എന്താ പറ്റിയെന്ന്. അപ്പം പറഞ്ഞു ഈ ജസ്റ്റിനല്ല വേറെ ജസ്റ്റിനാണ്. പിന്നെ തറവാട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് കുറേ ആൾക്കാരുടെ റോഡ് മുഴുവൻ വണ്ടികളായിരുന്നു. പിന്നെ അമ്മച്ചി കരയുന്നു, എല്ലാവരും അപ്പായിൻ്റെ അടുത്ത് പോകാമെന്ന് പറയുന്നു. പിന്നെ അമ്മേൻ്റെ മമ്മിയൊക്കെ വന്നു. അപ്പോഴാണ് എന്നോട് പറയുന്നത് അപ്പായ എന്നെ അടിക്കുമ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ ഞാൻ പിണങ്ങിപ്പോവും. അപ്പോൾ അപ്പായി വന്ന് എന്നെ എടുക്കും, ആരുമില്ലാതൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അച്ചാച്ചനും ഞാനും ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങളൊന്നും അറിയുന്നില്ല. ഞായറാഴ്ച രാവിലെയല്ലേ ഞങ്ങൾ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി വരുന്നു. ഇവർ രാവിലത്തെ കുർബാനയ്ക്ക് വരുവാണല്ലോ വണ്ടിയിൽ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ മൃഗം അവിടെ നിൽക്കുന്നതെന്നാണ് ഞങ്ങൾ മറ്റുള്ളവരെല്ലാം പറഞ്ഞ് കേട്ടത്. അങ്ങനെ തിരിഞ്ഞു പോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ളൊരു വീടിൻ്റെയൊക്കെ മുറ്റത്തൂടെയാണ് ഈ ആന കടന്നു വന്നത്. പക്ഷേ ആന ഇങ്ങനെ നമ്മുടെ ഇവിടെ ഈ വഴി വന്ന് നിൽക്കുന്നതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഇവർ വേഗം പള്ളിയിൽ പോകാൻ വേണ്ടി 2 പേരുടെ ബൈക്കിൽ ഓടി വരുമല്ലേ, വന്ന് ഇതിനെ കണ്ടത് ആ വഴിയുടെ നടുക്ക് തന്നെ നിൽക്കുമായിരുന്നാണ് പറഞ്ഞത്. അപ്പം നിന്നപ്പോൾ ഈ ശബ്ദം കേട്ടോണ്ടാണ് ഇത് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന പോലും. എന്നിട്ട് പിന്നെ ഇവരെ എന്താ ചെയ്തെന്ന് ആർക്കും ഒരു പിടിയില്ലല്ലോ. ഈ പെങ്കൊച്ചിനെ ഒരു കല്ലിൻ്റെ ഇടയ്ക്കുന്ന നാട്ടുകാർ വലിച്ചെടുത്തെന്നാണ് പറഞ്ഞത്. വഴി അരികിലുള്ളൊരു കല്ലിൻ്റെ ഇടയ്ക്ക് ഇതിനെ തിരികെ വെച്ചേക്കുന്ന പോലെ ഇരിക്കുമായിരുന്നാണ് പറഞ്ഞത്. അവളെങ്ങനെയോ എന്തോ പെട്ടെന്ന് അവൾക്ക് എന്തോ തോന്നിയിട്ട് അവളിങ്ങനെ കൈ പൊക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടോ, ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള ശബ്ദം കൊണ്ട് അവൾ കേട്ടു. അപ്പോൾ ആര് കണ്ട് ഇവളെ വഴി അരികിൽ കല്ലിൻ്റെ ഇടയ്ക്കുന്നു. അന്നേരം അവൾ പറഞ്ഞെന്ന് പറയാം, ചേട്ടായി താഴെ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവിടെ എല്ലാവരും കൂടെ താഴോട്ട് നോക്കുന്നത്, താഴെ ഇറങ്ങിപ്പോയി നോക്കുമ്പോഴാണ് ഒരു ചെറു തേക്കും തൈല ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ചുരുണ്ട് കൂടി എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് വീട്ടിലെല്ലാവരും മന്ത്രിമാരും എല്ലാം അടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെല്ലാം വന്നു പറഞ്ഞു എനിക്ക് ജോലി തരാമെന്നും എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കളക്ടർക്കും എല്ലാവർക്കും വനവകുപ്പിലെല്ലാം പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു സ്കീം അങ്ങനെയില്ല, തരാൻ പറ്റൂല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 2 മക്കളെയും പഠിപ്പിക്കാനും അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുവാനും പറ്റത്തില്ല. അവരുടെ അപ്പായി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ചെയ്യുക. അന്ന് ആ മരിച്ചടക്കിൻ്റെ സമയത്തും അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സർക്കാരിൻ്റെ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ വരികയും ജസ്റ്റിൻ്റെ കുടുംബത്തിന് ജോലിയും ആവശ്യത്തിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട സർക്കാർ ജോലിയോ സാമ്പത്തിക സഹായമോ അവർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. സാമ്പത്തിക സഹായം കുറച്ച് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യമായ ഒരു സാമ്പത്തിക, അതായത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള
കാര്യമായ ഒരു സാമ്പത്തിക സഹായം ആ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. സർക്കാർ ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവരെ മുട്ടാത്ത വാതിലുകളില്ല. ഒരു സർക്കാർ അവരോട് കരുണ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഈ ഒരു വിഷയത്തിലുണ്ടാകണം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുടെ പഴയ തറവാട്ട് വീട്ടിലാണ്. നമുക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല, ആദായം ഒന്നുമില്ല. പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ തന്നെ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം പോകുന്നത്. അവരുടെ ആഗ്രഹങ്ങളൊന്നും സഹായിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പായ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എല്ലാം അപ്പായി വാങ്ങി തരാമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് ജോലിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും വാങ്ങി തരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊച്ചായിരുന്നു. ആർക്കും ഏത് സഹായവും ഏത് നിമിഷവും ചെയ്തു കൊടുക്കുമായിരുന്നു. അവൻ്റെ കയ്യിലുള്ള പണം, അവൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ അവൻ ആരോടെങ്കിലും വായ്പ മേടിച്ചിട്ടെങ്കിലും ആരൊരു അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അവനെ സാധിച്ചു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നാണേലും എന്തെങ്കിലും അച്ചാച്ച ഇച്ചിരി പൈസ വേണം, ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അച്ചാച്ചനോടും പൈസ മേടിച്ചിങ്ങനെ കൊടുക്കും. പിന്നെ അവരുടെ കയ്യിൽ പൈസ വരാൻ തുടങ്ങിയത് റിച്ചംപ്ലസിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ്. അവരൊരു പൈസ ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പൈസയിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടാണ് അവന് ഓരോ കാര്യത്തിനും നാട്ടുകാർ വേണ്ടത്ര സഹായം ചെയ്തുകൊണ്ടിരുന്ന മോനായിരുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഒരു ഗുഡ്സ് മിറ്റിലൊക്കെ ഈ വിളമനയുള്ള ഒരു ചേച്ചിക്ക് കൊണ്ടുപോയി അവർ സ്വന്തം മേടിച്ചിട്ട് കൊടുത്തു. അതെന്നു വെച്ചാൽ അവർക്ക് അത്രയും വേറെ ആരും ഇല്ല, സഹായത്തിന് ആരും ഇല്ലാത്ത കാരണം പിന്നെ ആ നാട്ടിലുള്ളവരെല്ലാവരും സഹായിച്ച് ആർക്കെങ്കിലും ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് സഹായിക്കും. എല്ലാ കാര്യത്തിനും അതെ. മലയോര മേഖല മുഴുവനും പിലർത്തകർച്ചയും അതുപോലെ തന്നെ വന്യമൃഗ ശല്യത്താൽ സമാനതകളില്ലാത്ത ദുരന്ത അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ജസ്റ്റിൻ്റെ കുടുംബവും അനുഭവിക്കുന്ന ഇതേ വ്യത തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സത്വര ശ്രദ്ധയുണ്ടാകണം. എൻ്റെ വിചാരം അവർക്ക് ഒരു നല്ല നിലയിൽ ഒരു ജോലിയും വേണം. പിള്ളേരെ അവർക്ക് എത്ര അറ്റം വരെ പഠിപ്പിക്കാൻ പറ്റുന്ന ആ വരെ പഠിപ്പിക്കാനുള്ളൊരു ഒരു സമ്പത്ത് അവർക്ക് ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഭയങ്കര ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ചേട്ടാ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ കൂട്ടി. പക്ഷെ അതൊന്നും നടന്നില്ല. ഗോവിന്ദ മാഷ് അവരൊക്കെ വന്നായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് ജോലി എന്തായാലും ഉറപ്പായിട്ടും ജോലി നൽകുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചെറുതായി നേഴ്സിംഗ് കഴിഞ്ഞതാണ്. എന്നിട്ട് ആരോഗ്യ വകുപ്പിൽ ഇവിടെ അടുത്തുള്ളത് പിള്ളേരുടെ അടുത്ത് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി തരാമെന്നാണ് അന്ന് ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞത്. അത് 2 വർഷമായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അന്നത്തെ അപകടത്തിൽ എനിക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. എൻ്റെ കാല് തിരിഞ്ഞു പോയായിരുന്നു. 3 മാസത്തോളം ഞാൻ കിടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ വാരിയെല്ലിനും പൊട്ടുണ്ടായിരുന്നു, കൈൻ്റെ എല്ലിനും എല്ലാം നന്നായി പൊട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വേദനകൾ, രാത്രി കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലും കൈയും എപ്പോഴും വേദനയാണ്. പിന്നെ അന്ന് എൻ്റെ കണ്ണിൻ്റെ നഷ്ടപ്പെട്ടതാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച. സ്പെക്സ് വെച്ചാൽ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. ഈ കണ്ണിന് നല്ല മൂടലാണ്. എൻ്റെ തല അന്ന് കല്ലിനിട്ട് ഇടിച്ചായിരുന്നു. അന്നേരം ഞരമ്പിന് തകരാറ് പറ്റി. അതുകൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെട്ടെന്ന് അവർ പറയുന്നത്. അന്ന് ആ സമയത്ത് ഹോസ്പിറ്റലിൽ കിടപ്പായതുകൊണ്ട് കണ്ണിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വനംവകുപ്പിൻ്റെ അശ്രദ്ധ മൂലമാണ് ഇവിടെ ഇതുവരെ ഒരു വരാത്തൊരു സ്ഥലമായിരുന്നു. 30-35 വർഷം അവരിവിടെ
ഉണ്ടായിരുന്നായിരുന്നു ചേട്ടായൊക്കെ. ആദ്യം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് 5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒരു സന്തോഷമായ കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു വന്നത്. എത്ര എന്തൊക്കെ തന്നാലും എൻ്റെ മക്കൾക്കും എനിക്ക് നഷ്ടമായത് ഒരിക്കലും കിട്ടത്തില്ല. ഞങ്ങൾക്ക് പറ്റിയ പോലെ ഇനി ഒരു കുടുംബത്തിന് പറ്റാൻ പാടില്ല. ഇവരുടെ കണ്ണീരിന് വാക്കുകൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറഞ്ഞേ പറ്റൂ.